മഹാനായ മർഹൂം CH മുഹമ്മദ് കോയ സാഹിബിനെ മലപ്പുറം ജില്ലയിലുടനീളം ഒരു മഹാജനാവലിയുടെ സാന്നിധ്യത്തിൽ ഓർമ്മിക്കാനുള്ള ഒരു യജ്ഞമാണ്, അല്ലെങ്കിൽ ഒരു നല്ല പ്രവർത്തനമാണ് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഇതുവഴി ആവിഷ്കരിച്ചിട്ടുള്ളത്. CH മുഹമ്മദ് കോയ സാഹിബിനെ ഓർമ്മിക്കുകയോ ധന്യമായ ഒരു ചരിത്രത്തെ ഒരു തലമുറക്ക് പരിചയപ്പെടുത്തലാണ്. അവരറിയാതെ പോയ, അവർ കേൾക്കാതെ പോയ, അവരറിഞ്ഞിരിക്കുകയും കേൾക്കുകയും ചെയ്യേണ്ടുന്ന ഒരു വലിയ വിപ്ലവത്തിന്റെ കഥയാണ് CHനും മുസ്ലിം ലീഗ് പാർട്ടിക്കും ഈ ലോകത്തോട് പറയാനുള്ളത്. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തെ വർത്തമാനത്തെയല്ല, ചരിത്രത്തെ വേർതിരിക്കുമ്പോൾ എനിക്കിഷ്ടമുള്ളത് CHന്റെ കാലമെന്നും ശിഹാബ് തങ്ങളുടെ കാലമെന്നും അതിനെ വിളിക്കാനാണ്. ആ രണ്ടു കാലത്തെയും തലകുന്നവർക്കും മനസ്സിലാക്കുന്നവർക്കും അറിയാം, രണ്ട് കാലമായിരുന്നു. മഹാനായ ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ ബാഫക്കിത്തങ്ങളുടെയും പൂക്കോയത്തങ്ങളുടെയും ആഗ്രഹങ്ങളുടെ, സ്വപ്നങ്ങളുടെ, പ്രതീക്ഷകളുടെ, എന്നാൽ സീതി സാഹിബിന്റെ ചിന്തയുടെ പ്രയോഗവൽക്കരണമായിരുന്നു CH മുഹമ്മദ് കോയ സാഹിബ്. ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് CH മുഹമ്മദ് കോയ സാഹിബിനെ കണ്ടത്, അവശനായ അദ്ദേഹം വാക്കുകൾ കേട്ടത്. അദ്ദേഹത്തെ കാണാനും കേൾക്കാനും ഭാഗ്യമില്ലാതെ പോയ തലമുറയാണ് പുതിയ യൂത്ത് ലീഗ് എന്ന് പറയുന്നത്. എന്തായിരുന്നു CH മുഹമ്മദ് കോയ സാഹിബ് എന്ന അന്വേഷണമാണ് മുസ്ലിം ലീഗ് എന്നതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഏത് ജനതയോടാണ് CH സംസാരിച്ചത്? CH സംസാരിക്കുന്ന ജനത 2014 IT വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്ന് സംസാരിക്കുന്ന ഒരു ജനതയല്ല. CH സംസാരിക്കുന്ന ഒരു ഭാഷവും അവർക്കുണ്ടായിരുന്നില്ല. ഒരുപാട് ഭയപ്പാടുകളും അവർക്കുണ്ടായിരുന്നു. 1947 ഇന്ത്യ സ്വതന്ത്രമാവുകയും ഇന്ത്യയെ പകുത്തുമാറ്റി പാകിസ്ഥാൻ ഉണ്ടാക്കിയവരുടെ പാപം മുഴുവൻ മുസ്ലിങ്ങളും ഏറ്റെടുക്കണമെന്ന് ഭരണകൂടവർഗം പോലും പറയുന്ന ഒരു കാലത്താണ് CH ഒരു ജനതയോട് സംസാരിച്ചത്. അവർക്ക് വേണ്ടിയിരുന്നത്, CH സംസാരിച്ച ജനതയ്ക്ക് വേണ്ടിയിരുന്നത് പാലവും കുടിയില്ലാത്ത റോഡുകളും വമ്പിച്ച വ്യവസായ സംരംഭങ്ങളും ഒന്നുമായിരുന്നില്ല. അവർക്ക് വേണ്ടിയിരുന്നത് ജീവിക്കാനുള്ള അവകാശമായിരുന്നു, പിറന്ന മണ്ണിൽ കാലുറപ്പിച്ചു നിർത്താനുള്ള ധൈര്യമായിരുന്നു. അവർക്ക് വേണ്ടത് ഇതെന്റെ നാടാണെന്ന് വിശ്വസിക്കാനുള്ള ആത്മവിശ്വാസമായിരുന്നു. ലീഗ് ചൊരിഞ്ഞത് അതാണ്. CHന്റെ പ്രസംഗങ്ങളെ കുറിച്ച് പറയുന്ന അഭിവന്ദനായ MA തങ്ങളെ പോലെയുള്ള നേതാക്കന്മാർ ക്ലാസുകൾ എടുക്കുമ്പോൾ സാഹൂതമെന്ന് ഇന്നും ഞാൻ വല്ലാത്ത വികാരവായ്പോടുകൂടി കേൾക്കാറുണ്ട്. CH അവരോട് പറയുമായിരുന്നു, അവരുടെ ഹൃദയത്തിനകത്തു കയറി. ചിലരൊക്കെ പറയുന്നില്ലേ മുസ്ലിം ലീഗിന് തീവ്രത പോരാ, മുസ്ലിം ലീഗ് ആത്മസംയമനത്തിന്റെ താരാട്ടുപാട്ട് പാടുകയാണ്. അവർ പഠിക്കണം CH എങ്ങനെയാണ് ഒരു ജനതയോട് സംസാരിച്ചത് എന്ന്. CH മലബാറിലെ മാപ്പിളയുടെ വികാരത്തെ കെടുത്തിയിട്ടില്ല. ആർത്തലക്കുന്ന വൈകാരികതയെ ലീഗ് വെള്ളം കോരി തണുപ്പിച്ചിട്ടില്ല. ആ വൈകാരികതയെ കൺസ്ട്രക്റ്റീവാക്കി മാറ്റിയിട്ടുണ്ട് ലീഗ്. CHന്റെ പ്രസംഗം കേട്ട മൗലവി സാഹിബിനെ പോലെയുള്ള നിരവധി ആളുകൾ ഈ വേദിയിലുണ്ട്, സദസ്സിലുണ്ട്. അവർക്കറിയാം CH പറഞ്ഞത് ആ മലബാറിലെ മാപ്പിളയുടെ വികാരത്തിൽ പെട്രോൾ ഒഴിച്ചാണ് CH കത്തിച്ചത്. CH പ്രസംഗിക്കുമ്പോൾ തള്ളവിരലിൽ നിന്നാണ് ആളുകൾ കേൾക്കുകയെന്നാണ്. വികാരവിജൃംഭിതമായി CH സംസാരിച്ചു വരുമ്പോൾ അറിയാതെ തലയിലെ കെട്ടെടുത്ത് ആകാശറിയുന്നു. CH പ്രസംഗത്തിന്റെ ഓരോ പടവുകൾ ചവിട്ടി കയറുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്തുനിന്ന്, അവരുടെ തൊണ്ടക്കകത്തുനിന്ന് ഒരു ശബ്ദം വരുമായിരുന്നു. കയ്യടിയല്ല, ഒരുതരം ആർപ്പുവിളിയായിരുന്നു CHനെ എതിരേറ്റിരുന്നത്.
സി.എച്ച് അവരോട് സംസാരിച്ചത് അവരുടെ ഹൃദയത്തിനകത്തു കയറി, തെരുവിൽ കെട്ടിയ വേദിയിൽ വെച്ചല്ല, അവരുടെ ഹൃദയത്തിനകത്ത് വെച്ച്. സി.എച്ച് രമക്കുട്ടിയെ കുറിച്ച് പറയുമ്പോ, സി.എച്ച് ആലി മുസ്ലിയാരെ കുറിച്ച്, ചമ്പൻ പോക്കരെ കുറിച്ച് പറയുമ്പോൾ വികാരവിജൃംഭിതമാകുമായിരുന്നു സദസ്. അങ്ങനെ പറഞ്ഞിട്ട് സി.എച്ച് പറയും, ഇത് നിന്റെ മണ്ണാണ്, ഈ കൊണ്ടോട്ടി, ഈ മലപ്പുറം, ഈ കേരളം, ഈ ഇന്ത്യ നിന്റെ മണ്ണ്, നിന്റെ പിതാവിന്റെ ചോര കൊണ്ട് ഈ മണ്ണിൽ ഒരു കാലത്ത് ജലസേചനം നടത്തിയിട്ടുണ്ട്, അവന്റെ ചോര കൊണ്ട് കെട്ടിപ്പടുത്ത മണ്ണാണിത്, ഈ മണ്ണ് നിന്റെതാണ്. 2014 കൊണ്ടോട്ടിയിൽ വന്ന് കൊണ്ടോട്ടിക്കാരോട് കൊണ്ടോട്ടി നിന്റെതാണെന്ന് പറയുമ്പോൾ പിന്നെ ആരുടെ എന്ന് ചോദിക്കും പുതിയ തലമുറ. എന്നാൽ അവന്റെ പിതാമഹന്മാർക്ക് ധൈര്യമുണ്ടായില്ല, എന്താണ് ഞാൻ ആണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മനോവ്യാപാരം, അത് ചരിത്രമാണ്. സി.എച്ച് അവരോട് പറഞ്ഞാണ്, അവന്റെ വികാരത്തെ സി.എച്ച് പെട്രോൾ ഒഴിച്ചു കത്തിച്ചു. എന്നിട്ടോ ആ വികാരത്തെ മുഴുവൻ ചാനലൈസ് ചെയ്ത് അതിനെ കൺസ്ട്രക്റ്റീവാക്കി മാറ്റി, അതിനെ പ്രൊഡക്റ്റീവാക്കി മാറ്റി. മലബാറിലെ മാപ്പിളയുടെ വികാരത്തെ കത്തിച്ചിട്ടാണ് ലീഗ് കേരളക്കരയിൽ ഈ രാഷ്ട്രീയ പുരോഗതി മുഴുവൻ ഉണ്ടാക്കിയത്. അത് കെടുത്തിയിട്ടല്ല, അവന്റെ വികാരത്തെ ലീഗ് യൂണിവേഴ്സിറ്റിയാക്കി, അവന്റെ വികാരത്തെ ലീഗ് EMA കോളേജാക്കി, അവന്റെ വികാരത്തെ ലീഗ് ഫാറൂഖ് കോളേജാക്കി മാറ്റി, അവന്റെ വികാരത്തെ കേരളത്തിന്റെ തെരുവുകളിലെ പള്ളികളും മദ്രസകളും അധികാരം കൊണ്ട് അവൻ കെട്ടിക്കൊടുത്തു. സി.എച്ച് മുഹമ്മദ് കോയ സാഹിബോ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗോ മാപ്പിളയുടെ വികാരത്തെ കെടുത്തിയിട്ടില്ല. പക്ഷേ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കെ തന്നെ സി.എച്ച് അവന്റെ കയ്യിൽ നിന്ന് മലപ്പുറത്തിലെ മാപ്പിളയുടെ കയ്യിൽ നിന്ന് 21 കത്തിയും വാങ്ങി. അവന്റെ കയ്യിൽ നിന്ന് അറിയാതെ കത്തി വാങ്ങി. എന്നിട്ടോ അവന്റെ കയ്യിൽ സി.എച്ച് പേന കൊടുത്തു, അവന്റെ കയ്യിൽ സി.എച്ച് പുസ്തകം കൊടുത്തു, അവന്റെ കയ്യിൽ സി.എച്ച് അവന് നൽകാവുന്ന വോട്ട് ചെയ്യാനുള്ള ആയുധം കൊടുത്തു. അവന്റെ കയ്യിൽ പിന്നീട് ലീഗ് രാഷ്ട്രീയം കടന്നു വന്ന വഴികളിൽ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഐപാഡും വെച്ചു കൊടുത്തു. മുസ്ലിം ലീഗ് കത്തി ഒരാലയിൽ കൊണ്ടുപോയി നന്നായി ഉരുക്കി, അതുകൊണ്ട് സ്പാനർ ഉണ്ടാക്കി, പിന്നെ അതുകൊണ്ട് സ്ക്രൂ ഡ്രൈവർ ഉണ്ടാക്കി, ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാക്കി. എന്നിട്ട് മാപ്പിള കൊടുത്ത് പറഞ്ഞു നല്ല പണിയെടുത്ത് ജീവിക്കാൻ. ആ കത്തിയുടെ ഇരുമ്പ് കൊണ്ട് ഒരു വ്യവസായ ലോകത്തെ ലീഗ് കെട്ടിപ്പടുത്തു. ഇപ്പൊ നിങ്ങൾ വീണ്ടും ആ സ്പാനറും ആ കമ്പ്യൂട്ടറൊക്കെ ആലയിൽ കൊണ്ടുപോയിട്ട് 21 കത്തി ഉണ്ടാക്കാൻ നോക്കുകയാണ്. വീണ്ടും തുരുമ്പിച്ച കത്തി ഉണ്ടാക്കാൻ മാപ്പിളയുടെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങി അവന് പുസ്തകവും പെന്നും കമ്പ്യൂട്ടറും വെച്ചു കൊടുത്തത് അബദ്ധമായി എന്ന് നിനക്ക് തോന്നുകയാണ്. ലീഗ് നടത്തിയ വിപ്ലവം അതാണ്. അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുകയും അവന്റെ പുതിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. നേട്ടങ്ങളുടെ കൊട്ടാരമുണ്ടാക്കി സി.എച്ച് മുഹമ്മദ് കോയ സാഹിബ്. നേട്ടങ്ങളുടെ കൊട്ടാരം കൊടുത്തു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഞാൻ ചോദിക്കട്ടെ, ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാൻ വരുന്നവരോട്, ഒരു ചോദ്യപേപ്പറിലെ ഒരു ചോദ്യത്തെ തിരുത്താൻ നിങ്ങൾ ഒരു അധ്യാപകന്റെ കൈവെട്ടേണ്ടി വന്നു അല്ലേ? ഒരു ചോദ്യപേപ്പറല്ല, അതിന്റെ ഉത്തരമല്ല, അതിന് മാർക്കിടുന്നവരല്ല, അതിന്റെ സിലബസ് അല്ല, യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഒരു തുള്ളി ചോര പോലും കേരളത്തിന്റെ തെരുവുകളിൽ ഒഴുക്കാതെ, ഒരു തുള്ളി ചോര പോലും ഒഴുക്കാതെ ഈ വിപ്ലവങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയ സി.എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ പേരെന്തെന്നറിയോ? വിളിച്ചത് ലീഗല്ല, മാരാറ് വിളിച്ചു CHM കോയ, ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം കോയ. ഒരു ജനതയെ മുഴുവൻ വികാരത്തിന്റെ തള്ളിച്ചെയ്യുന്നവരെ കൊണ്ടുവന്ന് വിവേകത്തിന്റെ പറുദീസയിലേക്ക് അവരെ നയിച്ച് വിപ്ലവകരമായ പുരോഗതി അവർക്കുണ്ടാക്കി കൊടുത്ത്, കൊച്ചു കൊച്ചു സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കി കൊടുത്ത് ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ ഒരു സമുദായവും വിളിച്ചില്ല. അപകടകാരി, കുഴപ്പക്കാരൻ, പ്രശ്നക്കാരൻ. അവനെ വിളിച്ചത് ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം കോയ എന്നാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കി എന്ന് പറയുന്ന വിപ്ലവം അതാണ്. എന്നിട്ട് ഇന്നലെ പെയ്ത മഴക്ക് ഇന്ന് മുളച്ച കുറച്ച് തവരകൾ വന്നിട്ടും കൊണ്ടോട്ടി വന്ന് ചോദിക്കാൻ ലീഗ് എന്ത് ചെയ്തു? ഞാൻ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞു, ഈ NDF-കാരൻ ലീഗ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു. നീ പോയത് എന്റെ ബാപ്പനോട് ചോദിക്കണോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും പറഞ്ഞു, ഒരു MLA-ക്ക് ഈ ബാപ്പക്ക് വിളിക്കാൻ പാടുള്ളൂ. ഞാൻ ബാപ്പനെ വിളിച്ചതല്ല. മലപ്പുറത്ത് എന്താ ഉണ്ടായിരുന്നു എന്ന് നിനക്കറിയുമല്ലോ, നിന്റെ ബാപ്പക്കല്ലോടോ അറിയുള്ളൂ. നീ ഇന്നലെ ജനിച്ചതല്ലേ, നിന്റെ ബാപ്പയോട് ചോദിക്കും. പഴയ മലപ്പുറം എന്താണ്? കോഴിക്കോട് ആർട്സ് കോളേജ് മുതൽ പാലക്കാട് വിക്ടോറിയ കോളേജ് എത്തുന്നതിനിടയിൽ 12 സ്കൂളുകൾ മാത്രമുള്ള ഒരു മലപ്പുറമുണ്ട്. നിനക്കറിയുമോ?
യൂണിവേഴ്സിറ്റി ഇല്ലാത്ത, കോളേജുകളില്ലാത്ത, മെഡിക്കൽ കോളേജുകളില്ലാത്ത ഇന്ന് എത്രയുണ്ട് അവിടെ? എല്ലാത്തിലും ഒന്നെ ജന്മം കൊണ്ട് അറിയുമോ? എന്നിട്ട് ചോദിക്കാം, ലീഗ് എന്തുണ്ടാക്കി? ലീഗ് എന്താ ഉണ്ടാക്കിയത്? അതാ ചോദിക്കുന്നത്. ഞങ്ങൾ സംഘടിച്ചപ്പോ, ഒരു ജനതയെ രാഷ്ട്രീയമായി മുന്നോട്ട് കൊണ്ടുപോയപ്പോ അവർക്കുണ്ടായ നേട്ടങ്ങൾക്ക് രാജ്യത്തിനൊരു അപകടവും ലീഗ് വരുത്തിയിട്ടില്ല. ഇതേ കൊണ്ടോട്ടിയിൽ രാഷ്ട്രപ്രധാനുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഞാനിവിടെ കൊണ്ടോട്ടിയിൽ വന്ന ഒരു സെമിനാറിൽ, ഒരു സംഘടന വെച്ച സെമിനാറിൽ LDF നേതാവ് ഉണ്ടായിരുന്നല്ലോ, നസറുദ്ദീൻ അളമരം. അദ്ദേഹത്തെ ഇരുത്തി ഞാൻ ചോദിച്ചു, നിങ്ങൾ പറയുന്നു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പുരോഗതിക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്തു ചെയ്യുന്നത്? ഇരുട്ടിന് മറവിൽ ആളെ കൂട്ടുന്നതാണോ? കലാപങ്ങൾ ഉണ്ടാക്കുന്നതാണോ? ആയുധ പരിശീലനങ്ങൾ നടത്തുന്നതാണോ? ആളുകളെ തല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്നതാണോ? ഇതാണോ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ചെയ്യുന്നത്? എന്നിട്ട് നിങ്ങൾ പറയുന്നു ഇതൊക്കെ തന്നെയല്ലേ ലീഗ് ചെയ്യുന്നത്? ഇതൊക്കെ തന്നെയല്ലേ ലീഗ് രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നത്? ലീഗ് മുസ്ലിങ്ങളുടെ പേരിലല്ലേ സംഘടിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സാമുദായികമായി സംഘടിക്കുന്നു. എന്താ പറയുന്നത്? സാമുദായികമായ സംഘടനം, സാമുദായികമായ ജനാധിപത്യ പ്രക്രിയയുടെ പൂർത്തീകരണത്തിനു വേണ്ടിയാണ്. ജനസംഖ്യാനുപാതികമായ സാമുദായിക പ്രാതിനിധ്യം, ജനസംഖ്യാനുപമായ അതിർവിട്ടു. തലമുടി നാരിഴ, തലമുടിയല്ല, തലമുടി നാരിഴ. ആ തലമുടി നാരിഴയുടെ ആനുകൂല്യങ്ങൾ അപ്പുറവും ഇപ്പുറവുമില്ലാത്ത ജനാധിപത്യത്തിന്റെ സമ്മോഹനമായ പൂർത്തീകരണം. അതാണല്ലോ ലക്ഷ്യം, അതാണല്ലോ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അർഹമായ ജനാധിപത്യ പ്രാതിനിധ്യം, ജനാധിപത്യപരമായ പ്രാതിനിധ്യം അവർക്ക് ലഭിക്കണമെന്ന് അവകാശപ്പെടുന്നത് തെറ്റാണോ? അത് തെറ്റാണെങ്കിൽ മന്നത്ത് പത്മനാഭൻ മാത്രം ശരിയാവില്ല, ശ്രീനാരായണ ഗുരുദേവൻ മാത്രം ശരിയാവില്ല, ഡോക്ടർ പൽപ്പു മാത്രം ശരിയാവില്ല, VT ഭട്ടതിരിപ്പാട് മാത്രം ശരിയാവില്ല, അയ്യങ്കാളി മാത്രം ശരിയാവില്ല. അയ്യങ്കാളി ശരിയാണോ? VT ഭട്ടതിരിപ്പാട് ശരിയോ? ശ്രീനാരായണ ഗുരുദേവൻ ശരിയാണോ? അങ്ങനെയെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ശരിയാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ശരിയാണ്. അവർ പറയുന്നത്, അവർ ചെയ്യുന്നത് അതേ ജനാധിപത്യത്തിന്റെ പ്രായോഗിക അവകാശങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും എന്നോ ജനങ്ങളോട്. എന്നാൽ നിങ്ങൾ പറയുന്നത് എന്താണ്? ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ശബ്ദിക്കുന്നു എന്നതിന്റെ പേരിൽ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. CHM കോയ എന്ന് വിളിക്കുമ്പോ ജനാധിപത്യപരമായ നേർക്കുനേരെയുള്ള പോരാട്ടം. അന്ന് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം, ഇവിടെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുമായി സംഘടന ഉണ്ടാവുന്നില്ലേ? അടിപിടികൾ ഉണ്ടാവുന്നില്ലേ? BJP CPM കൊല്ലുന്നില്ലേ? CPM കോൺഗ്രസിനെ കൊല്ലുന്നില്ലേ? മുസ്ലിം ലീഗിനെ കൊല്ലുന്നില്ലേ? അങ്ങനെ ആണെങ്കിൽ ഞങ്ങളുടെ ഈ കരാട്ടയും ഈ കുംഫൂലൊക്കെ മാത്രം നിങ്ങൾ എന്തിനെ എതിർക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഇതിന് ഉത്തരം ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരു രാഷ്ട്രീയ കലാപമുണ്ട്. ഒരു പങ്ക് മറുഭാഗത്തുമുണ്ട്. എന്നാൽ നിങ്ങളോ എന്താ ചെയ്തത്? നിങ്ങൾ സമാന്തര രേഖകൾ ഒന്നിക്കില്ലെന്ന് പറയില്ലേ നമ്മള്? പക്ഷെ സമാന്തര രേഖകൾ തമ്മിലുള്ള അകലം കുറവായിരിക്കും. BJPയും CPM തമ്മിലുള്ള അകലം കുറവായി. BJP പള്ളി പൊളിക്കുമ്പോ CPM കണ്ണൂരിൽ വേറെ പള്ളി പൊളിച്ചോളും. ഈ അടുത്ത നിയമസഭയിൽ ഒരു മുൻ മന്ത്രി എന്നോട് പച്ചവിവാദവുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ പ്രശ്നം ഏറ്റെടുക്കാൻ പാടുണ്ടായിരുന്നോ? നിങ്ങളെ തൊട്ടടുത്തിരിക്കുന്ന പ്രദീപ് കുമാർ അവന്റെ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് പച്ചമുടി വെച്ചിട്ടില്ലേ? അത് ലീഗാണോ? അത് വിദ്യാഭ്യാസ മന്ത്രിയാണോ? എന്നോട് ഈ മന്ത്രി പറഞ്ഞത് ഷാജിക്ക് അറിയാഞ്ഞിട്ടാണോ? ഞങ്ങൾ ഈ മുദ്രാവാക്യം ഏറ്റെടുത്തില്ലെങ്കിൽ അത് BJP കൊണ്ടുപോകുമെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, CPM-കാരാ BJP കൊണ്ടുപോകുമെന്ന് ഭയന്ന് അവർക്ക് ബദൽ നിൽക്കുകയാണോ CPM-ന്റെ ഉത്തരവാദിത്വം? അതാണോ CPM ചെയ്യേണ്ടത്? അതാണോ CPM പരിശോധിക്കേണ്ടത്? അല്ലല്ലോ. CPM ചെയ്യേണ്ടത് അതിനുമപ്പുറമുള്ള ഒരു മതേതര സംവിധാനത്തെ കാണലാണ്. അതെങ്ങനെ കഴിയും? സഖാവ് പിണറായി വിജയനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് നിങ്ങൾക്കുള്ളിടത്തോളം കാലം. ആരാ പിണറായി വിജയൻ? പിണറായി വിജയൻ ജയരാജനോട് പറയണം, നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ മാന്യായിട്ട് സംസാരിക്കണം. നല്ല മൊല്ലാക്ക, നല്ല മൊല്ലാക്ക നിന്ന് മൂത്രമൊഴിച്ച കുട്ടികൾ നടന്ന് മൂത്രമൊഴിക്കൂ. നിങ്ങൾ എന്താ തിരുവനന്തപുരത്ത് കൊല്ലത്ത് പോയി പറഞ്ഞത്? അതന്നല്ലേ ജയരാജനും പറഞ്ഞുള്ളൂ. കൊല്ലത്ത് പിണറായി മാറിന്ന് വിളിച്ചു. മൊല്ലാക്ക വിളിച്ചപ്പോ കുട്ടികള് നമ്മളെ ജയരാജൻ കണ്ണൂരിന്ന് പരന്നറിയെന്ന് വിളിച്ചു. അല്ലേ? അത് സ്വാഭാവികമാണ്. പക്ഷേ കൊല്ലത്തെ പിണറായി മാപ്പ് പറഞ്ഞില്ല. കണ്ണൂരിലെ MP ജയരാജൻ മാപ്പ് പറഞ്ഞു. എന്നാ മൊല്ലാക്കനേക്കാൾ കുറച്ചുകൂടി മര്യാദക്കാരും കുട്ടികളാണ്. അങ്ങനെയാണ്. എന്നിട്ട് പറയാൻ കുറച്ച് മര്യാദക്ക് വിളിക്കണം, കുറച്ച് മര്യാദ കാണിക്കണം. ആര്? പിണറായി വിജയൻ.
അഴിമതിയുടെ മൂർത്ത രൂപമായി കേരളത്തിൽ നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾക്ക് എന്തു സാധ്യതയാണ്? CPM-കാരൻ നെഞ്ചത്തു കൈവച്ച് പരിശോധിച്ചോ? വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ഭീകരമായ തോൽവിയെ സന്തോഷത്തെക്കാടെ കാണുന്നവരല്ല ഞങ്ങൾ, ഉറപ്പിച്ചു പറയുന്നു. സന്തോഷത്തോടെ കാണുന്നവരല്ല. പക്ഷേ നിങ്ങളുടെ നാശത്തിന്റെ പടുകുടി തോണ്ടുന്നത് നിങ്ങൾ പിണറായിയാണ്, നിങ്ങളുടെ ജയരാജന്മാരാണ്, കണ്ണൂരിലെ കലാപരാഷ്ട്രീയമാണ്. നിങ്ങൾ പരിശോധിക്ക്. കണ്ണൂർ ഇത്രയേറെ. ഞാൻ ഷുക്കൂറിന്റെ കേസ്, ആ കേസുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായപ്പോ, മനോജ് കൊല്ലപ്പെട്ടപ്പോ വലിയ വിവാദങ്ങളുണ്ടായി. കുറെ ആളുകൾ എന്ത് കിട്ടിയാലും ഇതിന്റെ മേക്കെട്ടാണല്ലോ. നമ്മുടെ ഈ ചൂടാബികളും മറ്റു സാധനങ്ങളും ഒക്കെ അങ്ങനെയാണ്. നേരെ ലീഗിനൊക്കെ എന്താണ് ഷുക്കൂർ കേസ് നിങ്ങൾ CBI കൊടുത്തില്ലേ? ഇതാ കണ്ടില്ലേ, മനോജ് കൊല്ലപ്പെട്ടപ്പോ BJPക്ക് CBIക്ക് പോയില്ലേ? ഞാൻ ചോദിക്കട്ടോ, ഷുക്കൂറിന്റെ വധമുണ്ടായപ്പോ എന്താ ഈ ഗവൺമെന്റ് ചെയ്തത്? ഷുക്കൂർ വധമുണ്ടായ ഉടനെ അതിന്റെ കേസിന്റെ ക്രൈം സ്റ്റേജിൽ ഒരു പ്രോസിക്യൂട്ടറെ വെച്ചത് അത്യപൂർവങ്ങളിൽ അപൂർവമാണ് കേരളക്കരയിൽ. ഒന്ന് ചീമേനിക്കൊല കേസ്, മറ്റൊന്ന് കൊടിയേരിയുടെ സമയത്ത് കൈവെട്ട് കേസ്, മൂന്നാമത്തെ കേസ് ഷുക്കൂറിന്റെ കൊലപാതകമാണ്. ക്രൈം സ്റ്റേജിൽ നിയമം പഠിച്ച കുട്ടികളിലെ ഇവിടെ ക്രൈം സ്റ്റേജിൽ പ്രോസിക്യൂട്ടറെ വെക്കുന്നത് ആദ്യമായിട്ടാണ് കണ്ണൂർ ജില്ലയിൽ. കണ്ണൂരിൽ പക്ഷേ ചീമേനിക്കൊല കേസിനു ശേഷം ഞങ്ങൾ വെച്ചു. എന്നിട്ടോ അതിനെക്കുറിച്ചുള്ള അന്വേഷണം